ജീവൻ രക്ഷിക്കേണ്ട മരുന്നുകൾ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുന്ന വേദനാജനകവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോകുകയാണ് ഇന്ത്യ. മധ്യപ്രദേശിലെ ചിത്വാഡയിൽ കഫ് സിറപ്പ് കഴിച്ച 20 കുട്ടികൾ മരണപ്പെട്ട സംഭവം രാജ്യത്തെ മാത്രമല്ല ലോകത്തിലെ ആരോഗ്യ പ്രവർത്തകരെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കോൾഡ്രിഫ് എന്ന സിറപ്പ് കഴിച്ചതിന് പിന്നാലെയാണ് ഈ ദുരന്തം അരങ്ങേറിയത്. ഇത് ചാത്തൻ മരുന്നുകൾ എന്ന് കേരളത്തിൽ പറയുന്ന വ്യാജ മരുന്നുകളുടെ ആഗോള ഭീഷണിയെ വീണ്ടും പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നു. സംഭവത്തെ തുടർന്ന് സിറപ്പ് നിർദ്ദേശിച്ച ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറായ ഇദ്ദേഹം തന്റെ സ്വകാര്യ ക്ലിനിക്കിലെ ചികിത്സയ്ക്കിടെയാണ് കുട്ടികൾക്ക് ഈ മരുന്ന് കുറിച്ചു നൽകിയത്. കൂടാതെ കോൾഡ്രിഫ് സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരം ജില്ലയിലെ ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെയും മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തു. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ മധ്യപ്രദേശ് പോലീസ് ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽ ഉടമ ജി രംഗനാഥനെ ചെന്നൈയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ്. കഫ് സിറപ്പ് കഴിച്ച് വൃക്ക തകർന്ന കുട്ടികൾക്ക് കൃത്യമായ സമയത്ത് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ആരോഗ്യസ്ഥിതി വഷളായ കുട്ടികളെ 150 കിലോമീറ്റർ അകലെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ സ്വകാര്യ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചത്. ചിത്താഡയിലെ പുതുതായി ഉദ്ഘാടനം ചെയ്യുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രികളിലോ ഉൾപ്പെടെയുള്ള ജില്ലയിൽ ഒരിടത്തും ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നത് വലിയ വീഴ്ചയാണ്. 7 കുടുംബങ്ങളാണ് ഗുരുതരാവസ്ഥയിലായി കുട്ടികളുമായി നാഗ്പൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ എത്തിയത്. ഇവർക്ക് 4 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ചികിത്സയ്ക്കായി ചെലവായത്. ഒരു ഡയാലിസിസിന് മാത്രം 60,000 രൂപ നൽകേണ്ടി വന്നു. പണമില്ലാത്തതിനാൽ ആശുപത്രി വിടേണ്ട വന്ന ചില കുട്ടികൾ നിമിഷങ്ങൾക്കകം മരണപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾ ദാരിദ്ര്യവും ചികിത്സാ പ്രതിസന്ധിയും ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതിലേക്ക് വിരൽ ചൂണ്ടുന്നു. അറസ്റ്റിലായ ഡോക്ടർ പ്രവീൺ സോണി താൻ 15 വർഷമായി ഈ മരുന്ന് നൽകാറുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞു. ഡോക്ടറുടെ അറസ്റ്റിനെതിരെ ഡോക്ടർമാരുടെ സംഘടനകൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. പ്രശ്നം ഡോക്ടറുടേതല്ല, വ്യാജ മരുന്നിന്റേതാണ് എന്നാണ് അവരുടെ പ്രധാന വാദം. വ്യാജ മരുന്ന് മാഫിയയുടെ ഇരകളാകുന്നത് ഡോക്ടർമാരും രോഗികളുമാണ് എന്ന നിലപാടിലാണ് സംഘടനകൾ. ഇതോടെ വ്യാജ മരുന്ന് കമ്പനികളെ കണ്ടെത്താൻ വ്യാപകമായ അന്വേഷണവും രാജ്യമെമ്പാടും ആരംഭിച്ചിരിക്കുകയാണ്. വ്യാജ മരുന്നുകളുടെ ഭീഷണി ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല തവണയായി കഫ് സിറപ്പ് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് കാരണം ഗുണനിലവാരമില്ലാത്തതോ വിഷാംശമുള്ളതോ ആയ ചേരുവകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ മരുന്നുകളാണ്. ലോകവ്യാപകമായി ശതകോടികൾ ടേൺ ഓവറുള്ള ഒരു അധോലോക വ്യവസായമായി ഇത് മാറിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള ബിസിനസ്സുകളിൽ ഒന്നാണ് മരുന്ന് നിർമ്മാണം. എന്നാൽ ഗവേഷണവും ക്ലിനിക്കൽ ട്രയലുകളും ഇല്ലാത്ത വ്യാജ മരുന്ന് കമ്പനികൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. ലോകത്തെ വ്യാജ മരുന്നുകളുടെ വാർഷിക വിപണിയുടെ മൂല്യം $200 ബില്യൺ വരുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. യഥാർത്ഥ മരുന്നിന്റെ നിർമ്മാണ ചെലവിനെ അപേക്ഷിച്ച് ഈ മാഫിയയുടെ ലാഭം പല മടങ്ങ് കൂടുതലാണ്. ആഗോള വ്യാപകമായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ് മരുന്നിലെ വ്യാജൻ. പ്രമേഹത്തിനും ശരീരഭാരം കുറയ്ക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വ്യാജൻ വിപണിയിൽ വ്യാപകമാണെന്ന മുന്നറിയിപ്പുമായി 2024 ലോക ആരോഗ്യ സംഘടന രംഗത്തെത്തിയിരുന്നു. നോവ നോർഡിക്സ് പുറത്തിറക്കുന്ന ഒസംപിക് എന്ന മരുന്നിന്റെ വ്യാജനാണ് അന്ന് വ്യാപകമായി വിപണിയിലെത്തിയത്. റഷ്യ, ചൈന, ഇന്ത്യ എന്നീ 3 രാജ്യങ്ങളിലാണത്രേ ലോകത്തിലെ വ്യാജ മരുന്നുകൾ ഏറ്റവും കൂടുതലുള്ളത്. ഇതിൽ റഷ്യയിലും ചൈനയിലും ഈ വ്യവസായത്തിന് മാഫിയകളുടെ ശക്തമായ പിന്തുണയുമുണ്ട്. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകളാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. വ്യാജ കപ്പ് സിറപ്പുകളുടെ ദുരന്ത കഥ ലോകം ആദ്യമായി അറിയുന്നത് 1937 അമേരിക്കയിൽ 100-ൽ കൂടുതൽ കുട്ടികൾ മരിച്ച സംഭവത്തോടെയാണ് ഈ പ്രശ്നം പുറം ലോകം അറിയുന്നത്. എലക്സിർ സൾഫനിൽമേഡ് എന്ന മരുന്നിൽ ഡൈ ഇഥിലീൻ ഗ്ലൈക്കോൾ ചേർത്ത് വ്യാജന ഉണ്ടാക്കിയതാണ് പ്രശ്ന കാരണമെന്ന് അന്ന് കണ്ടെത്തി. ഈ വിഷാംശമാണ് വൃക്കകളെ തകർക്കുന്നത്. പിന്നീടും ചെറുതും വലുതുമായ ചുമമരുന്ന് മരണങ്ങൾ ലോകത്തുണ്ടായി. അതിൽ ഏറ്റവും വലിയ സംഭവങ്ങൾ ഉണ്ടായത് 2022 ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയയിൽ കഫ് സിറപ്പ് കഴിച്ച് 70-ലധികം കുട്ടികൾ മരിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് കമ്പനിയായ മെയ്ഡ്സൺ ഫാർമസ്യൂട്ടിക്കൽ നിർമ്മിച്ച കഫ് സിറപ്പുകളിലാണ് വിഷഘടകങ്ങൾ കണ്ടെത്തിയത്. അതിനുശേഷം ഇന്തോനേഷ്യയിലും 200-ലധികം കുട്ടികൾ മരിച്ച സംഭവമുണ്ടായി. കഫ് സിറപ്പുകളിൽ അത്യധികം വിഷമുള്ള ഗ്ലൈക്കോൾ ഘടകങ്ങൾ ചേർന്നതായിരുന്നു ഇവിടെയും കാരണം. പിന്നീട് ഉസ്ബെക്കിസ്ഥാനിലും 18 കുട്ടികളുടെ മരണം റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിലെ മരിയൻ ബയോടെക് എന്ന കമ്പനിയായിരുന്നു ഇവിടെ വില്ലൻ. ഇതോടെ ഇന്ത്യൻ കഫ് സിറപ്പുകൾക്ക് വിദേശ പല രാജ്യങ്ങളും നിരോധനം ഏർപ്പെടുത്തി. ഇന്ത്യയിൽ വ്യാജ മരുന്നിന്റെ വിപണി $4.25 ബില്യൺ ആണെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്, ഹിമാചൽ, പൂണ്ടിച്ചേരി, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, തെലങ്കാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളാണ് ഇന്ത്യയിൽ ചാത്തൻ മാഫിയയുടെ കേന്ദ്രമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 2024 മാർച്ചിൽ ഡ്രഗ്സ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പരിശോധനയിൽ മഹാരാഷ്ട്രയിലും തെലങ്കാനയിലുമായി 50 ലക്ഷം രൂപയുടെ മരുന്നാണ് പിടിച്ചെടുത്തത്. ചോക്പൊടിയും അരിമാവും ഉപയോഗിച്ച് പാരസെറ്റമോൾ നിർമ്മിക്കുന്നതും ശർക്കര വെള്ളം കഫ് സിറപ്പുമാക്കുന്നതുമായി കണ്ട് അധികൃതർ അന്ന് അമ്പരന്ന് പോയിരുന്നു. പേരിന് പോലും മരുന്നില്ലാത്ത ഇത്തരം വ്യാജ മരുന്നുകൾ ജനങ്ങളുടെ ജീവന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വ്യാജരേഖകൾ സമർപ്പിച്ചാണ് തട്ടിപ്പുകാർ മരുന്ന് നിർമ്മാണത്തിന് ലൈസൻസ് സ്വന്തമാക്കുന്നത്.
ബ്രാൻഡഡ് കമ്പനികളുടെ മരുന്നുകൾ പോലും വ്യാജമായി ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. ജനറിക് മരുന്നിന്റെ മറവിലും തട്ടിപ്പ് ആവർത്തിക്കുന്നു. കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്ത് കൂടുതൽ വില ഈടാക്കുന്ന രീതിയും വ്യാപകമാണ്. കഫ് സിറപ്പ് പോലുള്ള മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ചെറിയ ചുമയ്ക്കും കഫക്കെട്ടിനും ആവിശ്വസിച്ച് വിശ്രമിച്ചാൽ മതിയാകും. അടിയന്തര സാഹചര്യമില്ലെങ്കിൽ 2 വയസ്സിൽ താഴെയുള്ളവർക്ക് കഫ് സിറപ്പുകളോ ജലദോഷ മരുന്നുകളോ ശുപാർശ ചെയ്യരുതെന്നും അക്കാദമി ഓഫ് പൾമണറി ആൻഡ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ നിർദ്ദേശിക്കുന്നുണ്ട്. മരുന്നുകൾ വാങ്ങുമ്പോൾ അംഗീകൃത നിർമ്മാതാക്കളിൽ നിന്നുള്ളതാണോ എന്ന് ഉറപ്പാക്കണമെന്നും സംശയം തോന്നിയാൽ ഡോക്ടറെ സമീപിക്കണമെന്നും വിദഗ്ധർ ഉപദേശിക്കുന്നു. മദ്യ ദുരന്തങ്ങൾ പോലെ മരുന്ന് ദുരന്തങ്ങളും കേരളത്തിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ശക്തമായ നിയന്ത്രണങ്ങൾ അനിവാര്യമാണ്.